ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. യേശുവും ബെൽസെബൂലും. പലപ്പോഴും ജീവിതത്തിൽ എന്തൊക്കെ നന്മ ചെയ്തിട്ടും അല്ലെങ്കിൽ ആരെയും ദ്രോഹിക്കാതിരുന്നിട്ടും എന്തേ ജീവിതത്തിൽ ഇത്ര തകർച്ചകൾ, എന്നെ ആരും എന്തേ മനസ്സിലാക്കുന്നില്ല എന്ന ചോദ്യങ്ങളാൽ ആരുടെയെങ്കിലുമൊക്കെ മനസ്സ് കലുഷിതമാണെങ്കിൽ നസ്രായനായ യേശു എന്ന ഒറ്റ നാമം മനസ്സിലേക്ക് വന്നാൽ അവൻ്റെ ജീവിതത്തെ ഒന്ന് ധ്യാനിച്ചാൽ മനസ്സ് തെളിമയുള്ളതാകും. ഈ ഭൂമിയിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി നന്മ ചെയ്ത് കടന്നുപോയ ഈ ഒരു ചെറുപ്പക്കാരൻ കേൾക്കാത്ത പഴിവചനങ്ങളില്ല. ഇന്ന് സുവിശേഷം ധ്യാനിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും കൂട്ടാക്കാതെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായി നന്മ മാത്രം ചെയ്ത ആ ചെറുപ്പക്കാരനെ സ്വന്തമെന്ന് കരുതിയവർ പോലും വിളിക്കുന്നത് സുബോധം ഇല്ലാത്തവൻ എന്നാണ്. ആൾക്കൂട്ടത്തിൽ ഒരുവൻ വ്യത്യസ്തമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിന് എതിർപ്പ് ഉറപ്പാണ്. ഒന്നിനു വേണ്ടി 99 വിട്ടുപോകുന്ന കഥ പറയുമ്പോഴും പാപികളെയും മാറ്റി നിർത്തപ്പെട്ടവരെയും കണ്ണുകൾക്കപ്പുറമുള്ള കരുണയാൽ കണ്ടെത്തുകയും ചെയ്യുമ്പോഴും നിയമത്തിനു മുകളിലാണ് മനുഷ്യത്വം എന്ന് പറയുമ്പോഴും അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും തികച്ചും വ്യത്യസ്തം. സാമാന്യ ഭൂരിപക്ഷ ബോധത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തം. ഇങ്ങനെ ഒരു സുബോധമില്ലാത്തവനോട് അടുക്കുമ്പോൾ സൂക്ഷിക്കണം. അടുക്കുന്നവർക്കും ചീത്തപ്പേര് കേൾക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വട്ടായിട്ടാണോ പൗരോഹിത്യവും സന്യസ്തവും തിരഞ്ഞെടുത്തത്? ഇങ്ങനെ പ്രാർത്ഥിച്ചു നടക്കാൻ വട്ടുണ്ടോ? ഇങ്ങനെ ദേവാലയത്തിൽ ദിനവും പോകാൻ വട്ടുണ്ടോ? എന്നിങ്ങനെയുള്ള അവനോട് അടുക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ. ഇതിനുള്ള ചുരുക്കം ചില ഉദാഹരണങ്ങൾ മാത്രം. 3 തരം ആത്മാക്കളുണ്ട്, അവരുടെ 3 തരം പ്രാർത്ഥനകളും. ഒന്നാമത്, ഞാൻ നിന്റെ കരങ്ങളിൽ ഒരു വില്ല്, എന്നെ വളച്ചുകൊള്ളുക, ഇല്ലെങ്കിൽ ഞാൻ തുരുമ്പിച്ചേക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന, കഠിനമായി വളക്കരുതേ, ഞാൻ ഒടിഞ്ഞേക്കും. ഇനി 3-ാമത്തെ പ്രാർത്ഥന, ഇഷ്ടമുള്ളതുപോലെ വളച്ചോളൂ, ഒടിഞ്ഞാലെന്താണ്. ആദ്യത്തെ 2 തരം പ്രാർത്ഥനകളും സാമാന്യം ബോധമുള്ളവൻ്റെ സുബോധത്തോടെയുള്ള പ്രാർത്ഥനയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവസാനത്തെ പ്രാർത്ഥന, ഇഷ്ടമുള്ളതുപോലെ നീ എന്നെ വളച്ചോളൂ, ഒടിഞ്ഞാലെന്താണ്, അത് ഒട്ടും സുബോധമില്ലാത്തവർക്കേ അങ്ങനെ പ്രാർത്ഥിക്കാനാകൂ. പക്ഷേ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെ ഒട്ടും സുബോധമില്ലാത്ത രീതിയിൽ പ്രാർത്ഥിച്ച് ജീവിതം പോലും അവന് വേണ്ടി വിട്ടുകൊടുത്ത പലരുമാണ് ഇന്ന് അൾത്താരയിൽ വണക്കത്തിനായി നമ്മുടെ മുന്നിൽ വിശുദ്ധരായിട്ട് സന്നിഹിതരായി നിൽക്കുന്നത്. സങ്കീർത്തനം 115-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ വചനം നൽകുന്ന ഒരു ഉറപ്പുണ്ട്. അതിങ്ങനെയാണ്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. പ്രിയമുള്ളവരെ, സുബോധം ഇല്ലാത്ത ഒരു ദൈവത്തിലല്ല, നമ്മെക്കുറിച്ച് വിചാരമുള്ള ഒരു തമ്പുരാനിലാണ് നമ്മുടെ ജീവിതങ്ങൾ നാം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന വലിയ ബോധ്യത്തിൽ നമുക്ക് ആയിരിക്കാം. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിനം നേരുന്നു.